ആ അമൃതമോളെ, എന്തായി അവിടുത്തെ കാര്യങ്ങള്? എല്ലാം ഭംഗിയായി നടന്നു കലേമേ. സഹദേവനും അംബികയൊക്കെ വന്നിട്ട് പോയോ? എല്ലാരും വന്നിട്ട് പോയി. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം കലേമ ഇല്ലാതെ എടുക്കേണ്ടി വന്നു. എന്ത് തീരുമാനം? ഞങ്ങൾ 3 പേരുടെയും എൻഗേജ്മെന്റും കല്യാണവും ഒരുമിച്ച് നടത്താൻ തീരുമാനിച്ചു. ഹലോ കലേമേ, അമ്മ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. അല്ല, ഈ 3 കല്യാണവും കൂടി ഒരുമിച്ച് നടത്തുന്നത് പ്രാക്ടിക്കലാണോ മോളെ? ഒരുമിച്ച് നടത്തിയ ചെലവ് കുറയുന്ന എല്ലാരും പറയുന്നേ. അതാ പിന്നെ അങ്ങനെ ആലോചിച്ചേ. ആദ്യം അഖിലേടത് മാത്രം നടത്തിയാ പോരെ? എല്ലാരും കൂടെ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ ഞാൻ പിന്നെ വേറൊന്നും ആലോചിച്ചില്ല കലേമ്മേ. പിന്നെ സ്വർണത്തിന്റെ കാര്യത്തിലും ചില തീരുമാനങ്ങൾ എടുക്കാന്ന് വിചാരിക്കുന്നു. സ്വർണത്തിന്റെ കാര്യത്തില് എന്ത് തീരുമാനം? എന്റെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയ ആ 60 പവൻ സ്വർണം അത് അഖിലയ്ക്ക് കൊടുക്കാന്ന് വിചാരിക്കുന്നു. എനിക്കും അനഘയ്ക്കൊന്നും അത്രയധികം സ്വർണം വേണ്ടല്ലോ. അത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വരട്ടെ. ഇതൊക്കെ നന്നായിട്ട് ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങളാണ്. എന്തായാലും കലേമ നാളെ അങ്ങോട്ട് വരാം. എന്നിട്ട് നമുക്ക് ആലോചിച്ചൊരു തീരുമാനത്തിലെത്താം. ശരി കലേമ. ഈ ഒരു കാര്യത്തോടെ പഞ്ചരത്നങ്ങളോട് കലേമയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വ്യക്തമാവും. നിന്നെയൊക്കെ തീറ്റിപ്പോറ്റി പഞ്ചരത്നത്തിൽ നിർത്തിയിരിക്കുന്ന എന്തിനാ? എന്തു പറ്റി മാഡം? ഇനി എന്ത് പറ്റാൻ? എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, ഇന്ന് തന്നെ. ഞാൻ എനിക്കറിയാവുന്ന ബന്ധുക്കളൊക്കെ വെച്ച് അന്വേഷിച്ചു. പക്ഷേ ആ അനന്തകൃഷ്ണനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. എന്നെ പേടിച്ചാലും നാട് വിട്ട് കാണും. നീ തമാശകളാ. നിന്റെ അച്ഛനെ കൊന്നവനെ കണ്ടുപിടിച്ച് ഇല്ലാതാക്കണം. മോനെ സുമേഷേ, നീ ഇവിടെ വെറുതെ ഇരിക്കല്ലേ. അയാളെ കണ്ടുപിടിക്കാൻ നീ എങ്കിലൊന്ന് തുനിഞ്ഞിറങ്ങണം. അതിന് സുമേഷിന് എവിടെയാ നേരമേ? അമ്മയുടെ ചിറകിന്റെ അടിയിൽ നിന്ന് മാറിയിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാൻ. അയാൾ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. എന്നിട്ട് പുകച്ച് പുറത്ത് ചാടിക്കും. എന്റെ അച്ഛനെ ഇല്ലാതാക്കിയിട്ട് അവൻ അങ്ങനെ സമാധാനമായിട്ട് ജീവിക്കണ്ട. ചെയ്ത തെറ്റിന് അയാൾ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞതല്ലേ, പിന്നെന്തിനാ ഈ വാശിയും വൈരാഗ്യവും ഒക്കെ? നിങ്ങൾ അയാളുടെ പക്ഷത്താണോ അതോ ഞങ്ങളുടെ പക്ഷത്തോ? ഇതിൽ പക്ഷത്തിന്റെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തലയിട്ട് പുലിവാലി പിടിക്കുന്നത്? ആവശ്യമില്ലാത്ത കാര്യവും. എന്റെ അച്ഛന്റെ കൊലപാതകയെ നീതിപീഠം ശിക്ഷിച്ചെങ്കിലും അയാൾക്ക് ആ ശിക്ഷ പോരാ. അയാളെ അയാളുടെ സന്തതി പരമ്പരകളെയും ഞാൻ നശിപ്പിക്കും. ഇതാര്, യാമിനിയോ? യാമിനി എന്നിട്ട് ഒരുപാട് നേരം ആയോ? ഇല്ല, കുറച്ചു മുമ്പ് എത്തിയതേ ഉള്ളൂ. പോയ കാര്യം എന്താ ചേച്ചാ? ഒക്കെ വിശദമായിട്ട് പറയാം. ആദ്യം ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി ഫ്രഷ് ആയിട്ട് വരട്ടെ. ഇനി മുക്കുപണ്ടം കൊടുത്ത് അടുത്ത കുടുംബത്തെ പറ്റിക്കാനുള്ള ചാൻസ് ഒത്തു വന്നിട്ടുണ്ടല്ലോ അംബികെ. അതെ, 3 പേരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാ. ഇന്നേക്ക് 100-ാം ദിവസം നിങ്ങളുടെ സ്വർണം ഞാൻ തിരിച്ചു തന്നിരിക്കും. ഇതെന്റെ പ്രതിജ്ഞയാ. ആ 100 ദിവസം അമ്മയും മോളും എന്നോട് മര്യാദയ്ക്ക് പെരുമാറിയ നിങ്ങൾക്ക് കൊള്ളാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.